പ്രഭാത കേരളം തുടരുകയാണ്. വൈകി എണീറ്റവർക്കായി ഞായറാഴ്ച സമയം 8 മണിയായിട്ടില്ല, 7:50 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞായറാഴ്ചയുടെ ആലസ്യത്തിലാണെങ്കിൽ ഒരിക്കൽ കൂടി സാധാരണ പറയുന്നതാണ് ഫോർ ദോസ് ഹു ഹാവ് ട്യൂൺഡ് ഇൻ ലേറ്റ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ തൃശ്ശൂരിൽ പേരാമംഗലത്ത് തെച്ചിക്കോട്ട് കാവിലാണുള്ളത്. ഇന്ന് തെച്ചിക്കോട്ട് കാവ് പൂരമാണ്. അപ്പോൾ പൂരത്തിനായി നേരത്തെ എണീറ്റവർക്കായി ഞങ്ങൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെയും തെച്ചിക്കോട്ടുകാവ് ദേവിദാസന്റെയും കുട്ടിശങ്കറിന്റെയും ഒക്കെ കുളിയും ഒരുക്കവും ഒക്കെ കാണിച്ചു. എന്തായാലും അല്പസമയത്തിനകം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിന്റെ ആദ്യ ചടങ്ങായ തേവരെ ആനയിക്കാനായി ഇവിടെ നിന്ന് പുറപ്പെടും. ആ കാഴ്ച തത്സമയം ഉണ്ടാകും. ഒരുങ്ങി കുറിയും തൊട്ട് നിൽക്കുകയാണ്. പ്രാതലും കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനും നമ്മൾ സാക്ഷിയായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് അദ്ദേഹം ഒരു കിലോമീറ്ററോ മറ്റോ ഉള്ളൂ പേരാതൃക്കോവിലേക്ക്. അവിടെ പോയി ശ്രീരാമചന്ദ്രന്റെ തിടമ്പേറ്റി തിരിച്ച് ഇവിടെ എത്തും. അങ്ങനെ ഇദ്ദേഹമാണ്, ഈ ശ്രീരാമദേവനാണ് ഈ പൂരത്തിന്റെ ഒരു അധിപ സ്ഥാനത്തുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ അകത്ത് നടക്കുകയാണ്. ഒരു വശത്ത് നമുക്ക് അതിനൊപ്പം തന്നെ മറ്റു ചില വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോയി വരേണ്ടതുമുണ്ട്. ഇന്ന് ദിവസം മുഴുവൻ തെച്ചിക്കോട്ടുകാവ് പൂരത്തിന്റെ വിശേഷവും എല്ലാ വാർത്തകളും എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും ആദ്യം നമുക്കൊന്ന് പോകേണ്ടത് പാലക്കാട്ട് നിന്ന് ഇന്നലെ രാവിലെ മുതൽ വരുന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. അതായത് കുറെ കാലം മുമ്പ് അന്വേഷിച്ച് ഏറെക്കുറെ തീരുമാനമാക്കി എന്നൊക്കെ കരുതിയിരുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടിയെ സ്ഥിരമായി ഇപ്പൊ പരിഹസിക്കുന്നത് പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ്, പാർട്ടിക്ക് സ്വന്തമായി കോടതി എന്നൊക്കെ ആണ് ട്രോളുകൾ പോകുന്നത്. എന്തായാലും പ്രമുഖ നേതാവ് പി കെ ശശിക്കെതിരായി വീണ്ടും അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറെ പ്രധാനം. അപ്പോൾ അതിനായി കമ്മീഷനെ നിയോഗിക്കുന്നു. ഒപ്പം ജില്ലയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള വിഭാഗീയത വളരെ സജീവമാണെന്നാണ് അവിടെയുള്ള പ്രവർത്തകരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രസാദ് ഉടുമ്പശ്ശേരി ഇവിടെ തന്നെയുണ്ട്. പിന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെയും ദേവിദാസന്റെയും ഒക്കെ വശത്തുണ്ടായിരുന്നു. കാര്യം പാലക്കാട്ടെ തിരക്കുകൾക്കിടയിൽ ഈ രാഷ്ട്രീയ ചൂടും നെൽകർഷകരുടെ പിന്നെ ദുരിത കാഴ്ചകളും ഒക്കെ കൊണ്ടുവന്നതിന്റെ ഇടയിൽ പുലർച്ചെ ഓടി എത്തിയതാണ് പ്രസാദും പ്രജിത്തും ഒക്കെ. പ്രസാദ്, എത്ര ഗൗരവതരമാണ് ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ? ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഇതെങ്ങോട്ടേക്കാണ് അവിടെയുള്ള പാർട്ടിയുടെ ഒരു പോക്ക്? പ്രദീപ്, വീണ്ടും പാലക്കാട് CPM-ൽ വിഭാഗീയതയുടെ വേറൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പി കെ ശശിക്കെതിരെ വലിയൊരു പരാതി മണ്ണാർക്കാട്, അതായത് പി കെ ശശിയുടെ പ്രധാനപ്പെട്ട തട്ടകമാണ് മണ്ണാർക്കാട്. ആ മണ്ണാർക്കാട് നിന്ന് തന്നെ ഒരു കാലത്ത് പി കെ ശശിക്കൊപ്പം നിന്നിരുന്ന ആളുകൾ തന്നെ പി കെ ശശിക്കെതിരെ പരാതി നൽകുന്നു. ആ പരാതിയിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമാണ്. മറ്റൊന്ന് സഹകരണ ബാങ്കിലെ മണ്ണാർക്കാട് മേഖലയിൽ സഹകരണ ബാങ്കുകളിൽ നടത്തിയ നിയമനത്തിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളതായിരുന്നു. ഇതിൽ ഈ ഫണ്ട് തിരിമറി സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MB സംസ്ഥാന സെക്രട്ടറി കൂടി പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശിനെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന് വേണ്ടി അതിന്റെ നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തി. മറ്റൊന്ന് മണ്ണാർക്കാട് ഇതിന് തൊട്ട് മുമ്പ് നടന്ന ജില്ലാ സമ്മേളനത്തിൽ, മണ്ണാർക്കാട് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ ആ സമ്മേളന ഫണ്ടിൽ ബാക്കി വന്ന തുക അത് പി കെ ശശിയുടെ സ്വന്തം അക്കൌണ്ടിൽ സൂക്ഷിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറെ രീതിയിലുള്ള, അതായത് നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CK രാജേന്ദ്രനെതിരെയും വലിയ തോതിലുള്ള അമർഷങ്ങൾ പി കെ ശശിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ജില്ലയിലെ വിഭാഗീയതയ്ക്ക് കാരണം അതിൽ 3 തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് CK രാജേന്ദ്രൻ. ആ സമയത്തൊന്നും വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സമ്മേളന കാലത്ത് നടന്ന വിഭാഗീയതയ്ക്ക് അതിൽ ഈ CK രാജേന്ദ്രന് കൂടി പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇന്ന് ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയങ്ങൾ സ്വാഭാവികമായും ഉയർന്നുവരും. പി കെ ശശിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് വിമർശനങ്ങളും ഉയരും. ഓക്കെ, പ്രസാദ് എന്തായാലും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇതിന്റെ മറ്റ് ഡെവലപ്മെന്റ്സ്, മറ്റ് സൂചനകൾ, വിശദാംശങ്ങളിലേക്ക് വരാം. തൽക്കാലം
കോട്ടയത്തേക്ക് ഒന്ന് പോയി വരാം. കോട്ടയത്തെ റബ്ബർ കർഷക സമരത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. രസകരമായ ഒരു സീനാണ് അവിടെ ഉള്ളത്. സമരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പോകുന്നു, പക്ഷേ ഈ മുഖ്യമന്ത്രിക്കെതിരെ വേറെ പ്രതിഷേധം ഉണ്ടാകും എന്ന് കണക്കാക്കി കനത്ത സുരക്ഷയാണെന്ന് പറയുന്നത്. ശ്രീജിത്ത്, സമരത്തിന് മേൽ സമരമാണോ കോട്ടയത്തു നിന്നുള്ള കാഴ്ച? വെരി ഗുഡ് മോർണിംഗ്. തൃശൂർ പേരാമംഗലം തെച്ചിക്കോട്ടുകാവിൽ നിന്നാണ്. സന്തോഷം. നിങ്ങൾ ഉത്സവ ആരവങ്ങളിലാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പൂരമാണ് ഇന്നലെ ഇന്നുമൊക്കെ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നലെ UDF ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കർഷക സദസ്സ് സംഘടിപ്പിക്കുന്നു, സംസ്ഥാനതല പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി എത്തി റബ്ബർ കർഷകർക്കൊപ്പം കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് മുഖ്യമന്ത്രി ഒരു സമരത്തിനെത്തുന്നത്. ഇവിടെ തിരുനക്കര മൈതാനിയിൽ ഇന്നലെ UDF നടത്തിയ അതേ വേദിയിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗിക്കുന്നു. വൈകുന്നേരം 4 മണിക്കാണ് പരിപാടി. അതായത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ട താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾ അത് 250 രൂപയാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടുകൊണ്ടുകൂടി നടത്തുന്ന ഒരു സമരം എന്ന കൗതുകകരമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. എന്തായാലും കർഷകരെ സംബന്ധിച്ച് വലിയ രോഷമുള്ളത് കഴിഞ്ഞ ബജറ്റിൽ 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല താങ്ങുവിലയുടെ കാര്യത്തിൽ. അതിൽ അവർക്ക് വലിയ രോഷമുണ്ട്. 200 രൂപയാക്കുമെന്നൊക്കെ തുടക്കത്തിൽ തന്നെ ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. അത് ആദ്യം തന്നെ ആക്കണം, എങ്കിലേ ലാഭകരമായി മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുമ്പോഴാണ് ഇടതുമുന്നണി തന്നെ കർഷകരുടെ ദുഃഖം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം. കേന്ദ്രം റബ്ബറിനെ സംരക്ഷിക്കുന്നില്ല, റബ്ബർ ബോർഡ് ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് ഒന്നിലധികം പരിപാടിയുണ്ട്. വാഴൂരിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് വൈകുന്നേരം 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 4 മണിക്കാണ് കോട്ടയത്തെ പരിപാടി. ഇന്ന് രാവിലെ കുട്ടിക്കാനത്ത് പരിപാടിയുണ്ട്. അങ്ങനെ പല പരിപാടികളുണ്ട്. ഇവിടെയൊക്കെ പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള വലിയൊരു തലവേദന. അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ അവർ നടത്തി വരികയാണ്. കരിങ്കുടി പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ പലയിടത്തും ഉണ്ട് എന്ന് തന്നെ അവർ കരുതുന്നുമുണ്ട്. എന്തായാലും രാഷ്ട്രീയം തിളയ്ക്കുകയാണ് ഇന്നും ഇന്നലെയുമൊക്കെയായി കോട്ടയത്ത് എന്നുള്ളതാണ്. ഇന്നലെ VD സതീശൻ പല വെല്ലുവിളികളും നടത്തിയിട്ടുണ്ട്. 400 രൂപ കർഷകർക്ക് കടാശ്വാസം പ്രഖ്യാപിച്ചത് 1 മാസത്തിൽ കൊടുത്തു തീർക്കാൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലാണ് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി എന്ത്? പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾക്കുള്ള മറുപടി എന്ത്? പ്രതിപക്ഷം വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. നെല്ലിന്റെ താങ്ങൂല. നമ്മൾ കുറേ ദിവസമായി പല ബ്യൂറോകളിൽ നിന്ന് വാർത്തകൾ വരുന്നതാണ്. പാലക്കാട് 100 കോടി, കോട്ടയത്ത് 35 കോടിയൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള പല വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതൊക്കെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഏലം കർഷകരുടെ പ്രശ്നമുണ്ട്. ഗൗരവമേറിയ വിഷയങ്ങളാണ്. ഈ സമരങ്ങളെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു? അതിനോടുള്ള മറുപടിയൊക്കെ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും രാഷ്ട്രീയമായി 2 ദിവസമായി കോട്ടയം ഒന്ന് തിളച്ചു നിൽക്കുകയാണ്. അതാണ്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ സമരത്തിന്റെ പ്രാധാന്യമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യും. എന്തായാലും ശ്രീജിത്തിന് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തമാശ എന്ന് പറയുന്നത് എന്റെ തല്ലി എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ തല്ലി എന്ന് പറയുന്ന ആളും കൂടെ കൂടി വന്നിട്ട് നിലവിളിക്കുകയാണ് ഞങ്ങളെ തല്ലിയേ എന്ന്. എന്തായാലും നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഞങ്ങള് പൂരത്തിന്റെ ആവേശത്തിലാണ്. അവിടെ രാഷ്ട്രീയ പൂരമാണെന്ന് പറയുമ്പോഴും ആ പൂരം കാണാനും ആളുകൾ ഒട്ടും കുറവല്ല. എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതും കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ശ്രീജിത്തിന്.